നമസ്കാരം. നിങ്ങൾക്ക് കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിക്കണം എന്ന ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിക്കുന്നത്. അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ്. അതിന്റെ പ്ലാനിംഗ്, നിയമപരമായിട്ട് ആവശ്യമായ രജിസ്ട്രേഷൻ എന്തൊക്കെയാണ്, കേരള RERA റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ്, കൂടാതെ എത്രത്തോളം ഫീസ് നമ്മൾ ഇതിന് അടക്കേണ്ടതായിട്ടുണ്ട്, ഇനീഷ്യലി എത്ര തുകയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്, ഒരു ബിസിനസ് സെറ്റപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത്. അത് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എത്രത്തോളം സാധ്യതകളുണ്ട്, കൂടാതെ എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ നേരിടാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ വെറും വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് മാത്രമുള്ളതാണ്. യാതൊരു തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിക്ഷേപപരമായിട്ടുള്ളതോ ആയിട്ടുള്ള അഡ്വൈസ് അല്ല ഈ ഒരു വീഡിയോ. ബോസോള മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖലയിലേക്ക് ഏതൊരാളും കടക്കുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് നടത്തുക അല്ലെങ്കിൽ റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. അതിന് ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് കേരളത്തിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നിലവിലുള്ളത്. കാരണം ഇവിടെ NRI മണി എന്ന് പറയുന്നത്, അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. ഗൾഫ് മണി ആയാലും അല്ലെങ്കിൽ മറ്റു പുറം രാജ്യങ്ങളിലായാലും ഒരുപാട് ആളുകൾ, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. NRI ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് നമ്മുടെ സംസ്ഥാനത്തിന്. മാത്രമല്ല നമ്മുടെ ടൂറിസം സാധ്യതകളും അനന്തമാണ്. അതായത് കൊച്ചി, കോഴിക്കോട്, മൂന്നാർ, തേക്കടി, കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇന്ന് ടൂറിസം, പുതിയ ടൂറിസം ഹബ്ബുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ പോലെയുള്ള നഗരങ്ങളിൽ ഇന്ന് ആളുകൾ റിട്ടയർമെന്റിന് ശേഷം അവിടെ രണ്ടാമത്തെ ഒരു വീട് കൂടെ അത്തരത്തിലുള്ള ഏതെങ്കിലും നഗരത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക, ഒരു വീട് അവിടെ വെക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് കൂടി ഇപ്പോൾ കേരളത്തിൽ ആക്ച്വലി നിലവിലുണ്ട്. മാത്രമല്ല കൊച്ചി നഗരത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്, നമുക്കറിയാം IT പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം വ്യവസായങ്ങൾ നടക്കുന്ന ഒരു സിറ്റിയാണ്, ഒരു ഹബ്ബാണ് കേരളത്തിൽ കൊച്ചി എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രത്യേക മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റിന് ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാൻ ഈ മേലെ പറഞ്ഞ ട്രെൻഡുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് നിങ്ങളുടെ നീഷ് ഏതാണോ, അതായത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു തലം ഏതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്നുള്ള കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതായത് നിങ്ങളൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് താമസിക്കുന്ന വീടുകൾ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല കൊമേഴ്ഷ്യൽ സ്പേസസ് ആണോ, അതായത് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുക, ആൾക്കാർക്ക് കച്ചവടം ചെയ്യുന്നതിനായിട്ടും ബിസിനസ് ചെയ്യുന്നതിനായിട്ടും ഓഫീസ് സ്പേസുകൾ ഉണ്ടാക്കുന്നതിനുമായിട്ടൊക്കെ കെട്ടിടങ്ങൾ ഇത്തരത്തിൽ വാടക കൊടുക്കുന്ന കൊമേഴ്ഷ്യൽ സ്പേസസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? അതല്ല റെന്റൽ മാനേജ്മെന്റ്, വാടകയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള റെന്റൽ മാനേജ്മെന്റ് കാര്യങ്ങളാണോ ചെയ്യുന്നത്? അതായത് പ്ലോട്ടുകളും ലാൻഡുകളും ബേസ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ധാരാളം ഹോളിഡേ ഹോമുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട അങ്ങനെ നിങ്ങളുടെ ഒരു നീഷ് ഏതാണ്, നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ നീഷ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ നീഷ് ഏതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടത് ഏതാണ്? ഏതൊരു ബിസിനസ്സിനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് വേണം, അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്ത് സർവീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ നിങ്ങൾ ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള സർവീസ് ആണ്, അതായത് വീട് വാടകയ്ക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ സ്ഥല കച്ചവടത്തിന് അവരെ സഹായിക്കുന്നതാണോ, അത്തരത്തിലുള്ള വാട്ട് കൈൻഡ് ഓഫ് സർവീസ് യു ആർ ഗോയിങ് ടു പ്രൊവൈഡ് ടു യുവർ കസ്റ്റമേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഉറപ്പിക്കണം. പിന്നീട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റിംഗ് ആണ്. എത്രത്തോളം ബഡ്ജറ്റാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ടാർഗറ്റ് ലൊക്കേഷൻ, കേരളത്തിലെ ഏത് നഗരത്തിലാണ് അല്ലെങ്കിൽ ഏത് പ്രദേശത്താണ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. മാത്രമല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, വളരെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം ഉണ്ടെന്ന് ആളുകൾ അറിയൂ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ആവശ്യമുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ചെലവുകൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാവും. ആ ഒരു ചെലവുകൾ, എക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എത്തിക്കലായിട്ടും അതുപോലെ തന്നെ ലീഗലായിട്ടും എങ്ങനെയാണ് നിങ്ങൾ വളരെ പ്രോപ്പർ ആയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, അത്തരത്തിലുള്ള, അതായത് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് നിയമങ്ങളെ ഒന്നും ലംഘിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഒരു എത്തിക്കൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഈ ഒരു പ്ലാനിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അടുത്ത ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്താണ് ബിസിനസ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം ഏത് രീതിയിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തീരുമാനത്തിലെത്തണം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, പാർട്ണർഷിപ്പ് ആണോ, LLP ആയിട്ടാണോ, അതല്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണോ, അങ്ങനെ നോക്കി കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളുടെ ബിസിനസ് ഗോൾ, അതുപോലെ തന്നെ ബിസിനസ്സിനായിട്ട് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച നിങ്ങളുടെ ക്യാപിറ്റൽ, മാത്രമല്ല നിങ്ങൾ ലോങ് ടേമിലേക്കുള്ള പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഇസ് യുവർ പ്ലാൻ ഫോർ നെക്സ്റ്റ് 5 years വിത്ത് ദിസ് ബിസിനസ്? ഈ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങളുടെ ബിസിനസ് സ്ട്രക്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. പിന്നീട് വേണ്ടത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഫണ്ടിംഗ് ആണ്. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫണ്ടിംഗ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അല്ലെ? ഫണ്ടിംഗ് ഇല്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും മേ ബി. സോ നിങ്ങളുടെ ഫണ്ടിംഗ് എങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് സെക്യൂർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ബിസിനസ് ഇനീഷ്യലി റൺ ചെയ്യാൻ പോകുന്നത്? സേവിങ്സ് വെച്ചിട്ടാണോ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പണം സേവിങ്സ് പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണോ, അതല്ല പാർട്ണർഷിപ്പ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണോ, ഇനി അതുമല്ല ബാങ്ക് രീതിയിലുള്ള ബാങ്ക് ഫണ്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ, ഓഫീസ് റൺ ചെയ്തതിനായിട്ടൊക്കെ എത്രത്തിലുള്ള ഫണ്ടിംഗ് ആവശ്യമുണ്ടാവും? ഇതിൽ ഏത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഏത് വെച്ചിട്ടാണ് നിങ്ങളുടെ ബിസിനസ് ഇനീഷ്യലി നിങ്ങൾ റൺ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ജനറൽ ഇൻഫോർമേഷൻ മാത്രമാണ്, ഒരു അഡ്വൈസ് അല്ല. സോ ഫണ്ട് സെക്യൂറിംഗിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു മേഖലയിലും നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത്, എന്ത് ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്തും ഒരു നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ബിൽഡിംഗ് എ നെറ്റ്വർക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഒരു വളരെ ഹെവി ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സക്സസ് ആവാൻ സാധ്യമാവുകയുള്ളൂ. വെറുതെ ഒരു ഓഫീസ് തുറന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് അവിടെ ബോർഡ് വെച്ചിട്ട് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ഡെവലപ്പ് ആവാനുള്ള സാധ്യത ഇല്ല. പക്ഷെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കുറെ കണക്ഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർക്കിൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ നമുക്ക് സക്സസ് ആവാൻ സാധ്യമാവുകയുള്ളൂ. സോ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ബിൽഡേഴ്സ്, ഡെവലപ്പേഴ്സ്, വക്കീലന്മാർ, ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾ, സർവേയർമാർ, മറ്റ് ഏജന്റുകൾ, ലോക്കൽ പ്രോപ്പർട്ടി ഓണർമാർ, ഇത്തരത്തിൽ സമൂഹത്തിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരാളും വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ചെയ്യേണ്ടത് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അതായത് ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെന്റ്, അത് കൃത്യമായിട്ട് പാലിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നീട് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, അതായത് കേരള RERA എന്ന് പറയുന്ന ഒരു അതോറിറ്റിക്ക് അണ്ടറിലാണ്, എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുന്നത്. അവരുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. സോ RERAയിൽ നമ്മൾ നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഈ RERAയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ ലൈസൻസിംഗ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു എക്സാം ഉണ്ട്, ആ എക്സാമും പാസ്സാവേണ്ടത് അത്യാവശ്യമാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. രണ്ട്, എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ അവകാശങ്ങൾ, അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരാളെ ചുമ്മാ അങ്ങനെയൊക്കെ പറ്റിക്കാനൊന്നും പറ്റില്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാവും. മാത്രമല്ല ഡോക്യുമെന്റേഷൻ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പ്രീ ലൈസൻസിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു കോഴ്സിന് ശേഷമുള്ള എക്സാം നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് RERAയിൽ അപ്ലൈ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും, കേരള RERAയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന്. അത് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളാണ്. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ അത്തരത്തിലുള്ള ID പ്രൂഫ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടാതെ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. മാത്രമല്ല അഡ്രസ് പ്രൂഫും ആവശ്യമുണ്ട്. പിന്നീട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. അതിനുശേഷം RERA ഫോമുകളും ആവശ്യമായിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ 25,000 രൂപയാണ് ഇതിനായിട്ടുള്ള ഫീസ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഒരു കമ്പനി ആയിട്ടാണോ LLP ആയിട്ടാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 2,50,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഫീസ് എല്ലാം അടച്ചതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു RERA രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ വെബ്സൈറ്റ്, ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരസ്യത്തിൽ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണിച്ചിരിക്കണം. അതുകൂടാതെ എന്തൊക്കെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്തുന്നുണ്ടോ അവിടെയെല്ലാം ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല നിങ്ങളുടെ റവന്യൂ GSTയുടെ ഒരു ത്രഷോൾഡ് മറികടക്കുകയാണെങ്കിൽ GST രജിസ്ട്രേഷനും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇനി അതെല്ലാം കമ്പനി ആയിട്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ RERAയുടെ റൂളുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്രാക്ടീസസ് നിങ്ങൾ ശീലിക്കണം. അതുപോലെ തന്നെ റേറ്റിംഗ് വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. വളരെ കൃത്യമായിട്ടുള്ള റേറ്റിംഗ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇൻഫർമേഷനുകൾ ഷെയർ ചെയ്യുന്നത് വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. അത് RERAയുടെ റെഗുലേഷൻ പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഡോക്യുമെന്റേഷനും രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ആളുകൾ അറിയണ്ടേ? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാവണം. അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ടാവണം. ഗൂഗിൾ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. കൂടാതെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ശ്രദ്ധിക്കുക, ഓണറിന്റെ പെർമിഷനോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രസൻസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ക്ലയന്റിന് നിങ്ങളോടുള്ള വിശ്വാസ്യത കൂടും എന്നുള്ളതാണ്. മാത്രമല്ല ക്ലയന്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്ലാൻസ്, കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് സോഷ്യൽ മീഡിയ ആഡ്സ് ആണ്. സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രോപ്പർട്ടിയുടെ വിവരങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കൂടാതെ ഇൻസ്റ്റാഗ്രാം റീലുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിംഗ് ആളുകളിലേക്ക് എത്തിക്കാം. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയും എത്തിക്കാം. കൂടാതെ റിയൽ എസ്റ്റേറ്റ് പോർട്ടലുകളിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. റെഫറൽ നെറ്റ്വർക്ക് വഴി കൂടുതൽ മാർക്കറ്റിംഗ് നടത്താം. അതുപോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിംഗിനും സാധ്യത വളരെ ഏറെയാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ അൺസേർട്ടൻ ആയിട്ടുള്ള, അവിചാരിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ നിങ്ങളുടെ പ്രായത്തിനും ശീലങ്ങൾക്കും അനുസരിച്ച് പ്രതിമാസം 578 രൂപയിൽ 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് ലഭ്യമാണ്. മാത്രമല്ല സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ ഒരു വർഷം 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, വർക്കിംഗ് വിമണിന് ആദ്യത്തെ ഒരു വർഷം 15% ഡിസ്കൗണ്ടും അതിനുശേഷം ലൈഫ് ടൈം 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടാതെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിമുകൾക്കും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. മാത്രമല്ല ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആയിട്ടുള്ള 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിന് ഉണ്ട്. കൂടാതെ റെഗുലർ ആയിട്ടുള്ള എല്ലാ പേയ്മെന്റുകൾക്കും സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും അവൈലബിൾ ആണ്. അതായത് യാതൊരു ചിലവുമില്ലാതെ അടച്ച എല്ലാ പ്രീമിയവും 100% തിരികെ ലഭിക്കുന്നു. മാത്രമല്ല പോളിസി എടുത്ത ആൾ പോളിസി എടുത്തതിന്റെ ആദ്യത്തെ 15 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് ബേസ് സം അഷ്യൂർഡിന്റെ 180% ലഭിക്കുന്നു. എന്നാൽ 15 വർഷത്തിന് ശേഷമാണ് ഇതെങ്കിൽ ബേസ് സം അഷ്യൂർഡിന്റെ 100% നോമിനിക്ക് ലഭിക്കുന്നു. ഗ്യാരണ്ടി ഡെത്ത് ബെനിഫിറ്റ് എന്നാണ് ഈ എമൗണ്ടിന്റെ പേര്. സോ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ നിന്ന് നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സോ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുമുള്ള ആളുകൾ ധാരാളമായിട്ട് നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു ശീലം അവർക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൂടാതെ കേരളത്തിലെ ടൂറിസത്തിന്റെ സാധ്യതകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേകൾ, അതുപോലെ തന്നെ ഹോളിഡേ ഹോമുകൾ, ഇവയ്ക്കെല്ലാം നല്ല സ്കോപ്പുള്ള ഒരു കാലഘട്ടമാണ് ഇത്. മേജർ സിറ്റികളായിട്ടുള്ള കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ പോലെയുള്ള ഇടങ്ങളിൽ ഉണ്ടാവുന്ന IT ഡെവലപ്മെന്റും ഇന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ നല്ല ഒരു മാർക്കറ്റാണ് കൊണ്ടുവരുന്നത്. മാത്രമല്ല കേരളത്തിലെ Tier 2 നഗരങ്ങളിൽ ഉണ്ടാകുന്ന കൊമേഴ്ഷ്യൽ ഡിമാൻഡും ഇന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് കൂടുതൽ ബലം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഏതൊരു ബിസിനസ്സിലായാലും കുറച്ച് ചലഞ്ചസ്, കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒന്നും അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒന്നല്ല. ധാരാളം കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ ധാരാളം നൂലാമാനകൾ അടങ്ങിയ ഒന്നാണ് ഇത്. കൂടാതെ ലാൻഡിന്റെ ഓണർഷിപ്പും കാര്യങ്ങളും ഒക്കെ വെരിഫൈ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയൊരു മിസ്റ്റേക്ക് മതി അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാം. കൂടാതെ പ്രോപ്പർട്ടി അപ്രൂവലിന് വരുന്ന കാലതാമസവും ഒരു ചലഞ്ചാണ്. കൂടാതെ ഓരോ ലൊക്കേഷനെയും അടിസ്ഥാനമാക്കി വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, മാത്രമല്ല ചില സീസണുകളിൽ, ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാർക്കറ്റിന്റെ ഒരു മെല്ലെയുള്ള പോക്കും ഈ ഒരു മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചലഞ്ചുകളിൽ ഒന്നാണ്. എങ്ങനെയാണ് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജികൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, be the boss.